ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ് വെസ്റ്റ് ഹാം യുണൈറ്റഡിന്റെ പുതിയ പരിശീലകനായി യുലൻ ലൊപ്പറ്റേഗിയെ നിയമിച്ചു. ഡേവിഡ് മോയ്സിന്റെ പകരക്കാരനായാണ് സ്പാനിഷ് കോച്ചായ ലൊപ്പറ്റേഗി വരുന്നത്. സ്പാനിഷ് ദേശീയ ടീം, റയൽ മാഡ്രിഡ്, സെവിയ ടീമുകളുടെ പരിശീലകനായ ലൊപ്പറ്റേഗിക്ക് നേരത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പരിശീലിപ്പിച്ചതിന്റെ പരിചയവുമുണ്ട്. 2 വർഷത്തെ കരാറിലാണ് ലൊപ്പറ്റേഗി വെസ്റ്റ് ഹാമിലെത്തുന്നത്. മികവടിസ്ഥാനത്തിൽ കരാർ നീട്ടാമെന്നാണ് നിലവിലെ വ്യവസ്ഥ. നേരത്തെ സ്പാനിഷ് ദേശീയ ടീമിന്റെ വിവിധ പ്രായത്തിലുള്ള ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുള്ള ലൊപ്പറ്റേഗി പോർട്ടോയുടെ പരിശീലകനുമായിരുന്നു. പിന്നീട് സ്പെയിൻ പരിശീലകനായി 2018 ലോകകപ്പിനിടെ പുറത്തുപോകേണ്ടി വന്നതടക്കമുള്ള വിവാദങ്ങൾ പരിശീലക കരിയറിലുണ്ട്. സ്പാനിഷ് കോച്ചായിരിക്കെ റയൽ മാഡ്രിഡുമായി കരാറുണ്ടാക്കിയതാണ് ലോകകപ്പിനിടെ വിവാദമായത്. ഇതിനുശേഷം റയൽ പരിശീലകനായി ചുമതല ഏറ്റെങ്കിലും അധികം തിളങ്ങാനായില്ല. 2018 തന്നെ റയൽ ലൊപ്പറ്റേഗിയെ പുറത്താക്കുകയും ചെയ്തു. പിന്നീട് സെവിയയുടെ പരിശീലകനായ അദ്ദേഹം അവരെ യൂറോപ്പ ലീഗ് കിരീടത്തിലേക്ക് നയിച്ചു. എന്നാൽ പിന്നീട് പ്രകടനം മോശമായതോടെ അവിടെ നിന്നും പുറത്താക്കപ്പെട്ടു. 2022-23 സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വോൾസിന്റെ പരിശീലകനായാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. എന്നാൽ കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ ടീമിന് സാധിച്ചില്ല. പിന്നീട് ഈ സീസണിൽ അദ്ദേഹം ഒരു ടീമിനെയും പരിശീലിപ്പിച്ചിട്ടില്ല. 2018 മുതൽ വെസ്റ്റ് ഹാം പരിശീലകനായിരുന്ന മോയ്സിന് കീഴിൽ ഈ സീസണിൽ ക്ലബ് ചില വമ്പൻ തോൽവികൾ വഴങ്ങി. ഇതോടെയാണ് മോയ്സിന്റെ പുറത്തേക്കുള്ള വഴി തെളിഞ്ഞത്. യൂറോപ്പ കോൺഫറൻസ് ലീഗ് അടക്കമുള്ള നേട്ടങ്ങളിലേക്ക് ടീമിനെ നയിക്കാൻ മോയ്സിന് സാധിച്ചിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.